തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ക്ഷേത്രോപദേശക സമിതിയുടെ അഴിമതിക്കെതിരെ പ്രതികരിക്കാത്ത കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നടപടി ദുരൂഹമാണെന്ന് ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി കെ.പി. ശശികല ടീച്ചർ. വടക്കുംനാഥ ക്ഷേത്രഭൂമിയിൽ നിർമ്മിക്കാൻ പോകുന്ന പൊതു ലൈബ്രറിയുടെ നിർമ്മാണം അനുവദിക്കില്ലെന്നും കൊച്ചിൻ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ.പി. ശശികല ടീച്ചർ പറഞ്ഞു. ഇല്ലാത്ത അഴിമതി കഥകളുടെ പേര് പറഞ്ഞ് കേരളത്തിലെ ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കുന്ന കൊച്ചിൻ ദേവസ്വം ബോർഡ് ലക്ഷങ്ങളുടെ അഴിമതി നടത്തിയ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ക്ഷേത്ര ഉപദേശക സമിതി പിരിച്ചുവിടുക, വടക്കുംനാഥ ക്ഷേത്രഭൂമിയിൽ നടക്കുന്ന അനധികൃത നിർമ്മാണം എത്രയും പെട്ടെന്ന് നിർത്തിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഹിന്ദു ഐക്യവേദി തൃശൂർ ജില്ലാ കമ്മിറ്റി കൊച്ചിൻ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. വടക്കുംനാഥ ക്ഷേത്രത്തിൽ ക്ഷേത്ര ഉപദേശ സമിതി നടത്തിയ അഴിമതിക്ക് കൂട്ടുനിന്ന ദേവസ്വം പ്രസിഡന്റ് രാജിവെക്കണമെന്നും ക്ഷേത്രഭൂമിയിലെ പൊതു ലൈബ്രറി നിർമ്മാണം ഒരു തരത്തിലും അനുവദിക്കാൻ സാധിക്കാത്തതും ക്ഷേത്രവിശുദ്ധിക്ക് ചേർന്നതല്ലാത്തതിനാൽ ഒഴിവാക്കണമെന്നും കെ.പി. ശശികല ടീച്ചർ ആവശ്യപ്പെട്ടു. നടന്നാലല്ലേ അനുവദിക്കേണ്ട വിഷയമുള്ളൂ. അങ്ങനെ ഒരു സംഗതി നടക്കില്ല എന്ന് തന്നെ കട്ടായമായി ഇവിടുത്തെ ഹൈന്ദവ സംഘടനകളും ഭക്തജന സംഘടനകളും ഒറ്റക്കെട്ടായി അറിയിക്കാൻ അങ്ങനെ ഒരു മോഹവുമായി ഒരാൾ പോലും മുന്നോട്ട് വരണ്ട. ഈ മൈതാനം അങ്ങനെ വിസ്തരിച്ച് കിടക്കുന്നു എന്ന് പറഞ്ഞ് തൃശ്ശൂരിന്റെ എല്ലാ സ്വപ്നവും അതിൽ മൂവണിയിപ്പിക്കാമെന്ന് ആരും ചിന്തിക്കണ്ട. എല്ലാ സ്വപ്നവും മൂവണിയിപ്പിക്കാൻ വേണ്ടി ഗ്രന്ഥശാലയാകാം, അത് ടോയ്ലറ്റ് സമുച്ചയമാകാം, അത് പാർക്കാകാം, അത് മറ്റൊന്നാകാം, നാളെ വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും ഒക്കെ. കാരണം കാലമല്ലാത്ത കാലമാണല്ലോ. മദ്യവും മയക്കുമരുന്നൊക്കെ വളരെ താല്പര്യമുള്ള സമയത്ത് അതിന് പറ്റുന്ന സ്ഥലം ഒഴിഞ്ഞു കിടക്കല്ലേ, വേറെ എവിടെയും സ്ഥലമില്ല. അതുകൊണ്ട് അവിടെ തുടങ്ങാം. ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് വി മുരളീധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുധാകരൻ, അയ്യപ്പ സേവാ സമാജം ട്രസ്റ്റി വി കെ വിശ്വനാഥൻ, ജില്ലാ ജനറൽ സെക്രട്ടറി പ്രസാദ് കാക്കശ്ശേരി, ജില്ലാ പ്രസിഡന്റ് പി മോഹനൻ മേനോൻ, ക്ഷേത്ര സംരക്ഷണ സമിതി മേഖലാ സെക്രട്ടറി പി ആർ ഉണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. ജനം, തൃശൂർ.